കാൽഷ്യം ടാബ്ലറ്റ് എപ്പോഴാണ് കഴിക്കേണ്ടത്? ഒരുപാട് പേഷ്യൻസിൻ്റെ ഒരു ഡൗട്ടാണല്ലേ നമ്മൾ എപ്പോൾ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. കാൽഷ്യം നമുക്ക് യൂഷ്വലി 2 ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കാൽഷ്യം കാർബണേറ്റും മറ്റേത് കാൽഷ്യം സിട്രേറ്റും. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ അത് നമ്മൾ കഴിക്കേണ്ടത് ഫുഡിനോടൊപ്പമാണ്. കാരണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ആസിഡ്സ് റിലീസ് ആവുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അബ്സോർപ്ഷനെ കുറച്ച് എയ്ഡ് ചെയ്യും. ഇനി കാൽഷ്യം സിട്രേറ്റ് ആണെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇനി ഇതിൽ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നത് പ്രിഫറബിളി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം അതാകുമ്പോൾ ഫുഡിനോടൊപ്പം നമ്മളത് കഴിക്കുന്ന ഒരു റെഗുലർ ടൈമും നമുക്ക് കിട്ടുന്നു. ഇനി കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ അയൺ സപ്ലിമെൻ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് അയണിൻ്റെ കൂടെ കഴിക്കരുത്. കാരണം കാൽഷ്യം അയണിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും. അപ്പോൾ അയൺ ടാബ്ലറ്റും കാൽഷ്യം തമ്മിൽ ഒരു 2 hours ഗ്യാപ്പെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നിങ്ങൾ തൈറോയിഡിനുള്ള ഗുളിക എടുക്കുന്നുണ്ടെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റും തൈറോയിഡും തമ്മിൽ ഒരു 2 to 4 hours ഗ്യാപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഈ കാൽഷ്യം തൈറോയിഡിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ കാൽഷ്യം ടാബ്ലറ്റ് നിങ്ങൾ യൂഷ്വലി കഴിക്കുന്ന ആൾക്കാരാണ് ഒരു 500 milligram ഒക്കെ ആണെങ്കിൽ അത് മോർണിംഗ് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക. ഇനി ഒരു 1000 milligram ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 500 milligram രാവിലെയും 500 milligram രാത്രി ഡിന്നറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്.